നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ സാംക്രമിക രോഗങ്ങൾ പെരുകുന്നതായി റിപ്പോർട്ട്. ഈ വർഷം 41 H1N1 കേസുകൾ. 212 പേർക്ക് മഞ്ഞപ്പിത്തം. ഇത്തവണ കുരങ്ങുപനിയില്ല എന്നത് പ്രത്യേകത. നഞ്ചയ്ക്ക് വയലൊരുക്കാൻ കാലമായി. നെൽകൃഷി പ്രോത്സാഹന പാക്കേജ് പ്രഖ്യാപിക്കാതെ കൃഷി മന്ത്രാലയം. 3000 ഹെക്ടറിൽ നെൽകൃഷി എന്ന മന്ത്രിയുടെ പ്രസ്താവന പാഴ്വാക്കാകുമെന്ന് ആശങ്ക. നീർസംഭരണികളായ നെൽവയലുകളിൽ നീർ വറ്റിച്ച് വാഴകൃഷി. ജില്ലയിൽ 40,000 ഏക്കറിൽ നേന്ത്രവാഴ. ആശങ്കയുണർത്തി വേനൽ മഴയിൽ കനത്ത ആലിപ്പഴ വർഷം. കായ്ഫലങ്ങൾക്കും പച്ചക്കറികൾക്കും നാശമെന്ന് കർഷകർ. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ കടയടപ്പ് സമരം തുടങ്ങി. ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യം. ക്ലാസ് മുറികളിൽ അടുത്ത അധ്യയന വർഷം മുതൽ കുട്ടി ഡോക്ടർമാർ. 632 പേർക്ക് പരിശീലനം. മഴയിൽ പച്ചപ്പണിഞ്ഞ് വനമേഖല. വനാതിർത്തികളിലും നദിയോരങ്ങളിലും വന്യമൃഗങ്ങൾക്ക് സ്വൈര്യവിഹാരം. മുൻവർഷത്തെ അപേക്ഷിച്ച് ജില്ലയിൽ സാംക്രമിക രോഗങ്ങളിൽ വർധന. H1N1, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടിയിരിക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന കണക്കുകൾ പറയുന്നത്. ജില്ലയിൽ ഇത്തവണ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. മഞ്ഞപ്പിത്തം H1 രോഗങ്ങളുടെ എണ്ണമാണ് കൂടിയിരിക്കുന്നത്. 2016 H1N1 രോഗം റിപ്പോർട്ട് ചെയ്ത കേസുകൾ 3 ഇതിൽ 2 കേസുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ 2017 5 മാസമായപ്പോഴേക്കും റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 46 ഇതിൽ 46 കേസും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 2016 232 മഞ്ഞപ്പിത്ത കേസുകളാണ് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 24 കേസുകളാണ് സ്ഥിരീകരിച്ചത്. അതേസമയം ഈ വർഷം ഇതുവരെ 212 കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും 12 കേസുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതുപ്രകാരം മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഡെങ്കിപ്പനി ഈ വർഷം 57 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 29 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വർഷം 450 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 217 സ്ഥിരീകരിച്ചിരുന്നു. ചിക്കൻ ഗുനിയ മുൻവർഷവും ഈ വർഷവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. 2015 ജില്ലയെ ഭീതിയിലാഴ്ത്തിയ കുരങ്ങുപനി ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം 10 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 9 കേസുകൾ സ്ഥിരീകരിച്ചിരുന്നു. ഡിഫ്തീരിയ ഈ വർഷം 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 1 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വർഷം 20 റിപ്പോർട്ട് ചെയ്തത്. മലേറിയ 32 കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 3 കേസുകൾ സ്ഥിരീകരിച്ചിരുന്നു. ഈ വർഷം ഈ രോഗം 24 ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായാണ് കണക്കുകൾ പറയുന്നത്. അതേസമയം ഇത്തരം രോഗങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വയനാട് ന്യൂസ്, ബത്തേരി. വയനാട്ടിൽ ഇത്തവണ 3000 ഹെക്ടറിൽ നെൽകൃഷി ഇറക്കുമെന്ന് പ്രഖ്യാപിച്ച് ചുരമിറങ്ങിയ കൃഷിമന്ത്രി സുനിൽകുമാറിനെ പിന്നെ കാണാനില്ല. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇതുവരെ പാക്കേജുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നഞ്ചയ്ക്ക് വയലൊരുക്കാൻ കാലമായെങ്കിലും നെൽകൃഷി പ്രോത്സാഹന നടപടികൾക്ക് ഇതുവരെ തുടക്കമായിട്ടില്ല. കുട്ടനാട് കഴിഞ്ഞാൽ ഒരു കാലത്ത് സംസ്ഥാനത്ത് പാലക്കാടിനേക്കാൾ നെല്ലുൽപ്പാദിപ്പിച്ചിരുന്നത് വയനാടാണ്. നെൽകൃഷിയുടെ ഗ്രാഫ് ഓരോ വർഷവും അപകടകരമായി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. 1987 18,418 ഹെക്ടറിൽ വയനാട്ടിൽ നഞ്ചകൃഷി ഉണ്ടായിരുന്നു. 2016 ഇത് വെറും 7,642 ഹെക്ടറായി ചുരുങ്ങി. ജില്ലയിലെ നെൽകർഷകരിൽ 1/3 പേരും കളം വിട്ടു. നെല്ലിന് മാർക്കറ്റിൽ പ്രിയമില്ല. ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ റെഡിമെയ്ഡ് അരി എത്താനുണ്ടെന്നിരിക്കെ വയൽ കൃഷിയുടെ ദുരിതം പേറാൻ ആളുകൾ ഒരുക്കമല്ല. വരൾച്ച തടയാൻ കോടിക്കണക്കിന് ചെലവഴിക്കുന്നവർക്ക് പക്ഷേ വയനാടൻ വരൾച്ചയുടെ മൂലകാരണം വയലുകളിൽ നെൽകൃഷി ഇല്ലാതായതാണെന്ന് മനസ്സിലായിട്ടില്ല. അഥവാ ആരും അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. വയൽ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ സെമിനാറുകളിൽ പ്രസംഗിച്ച് ഏമ്പക്കം വിട്ട് അപ്രത്യക്ഷമാകുന്നവരെ ഈ വഴിക്ക് പിന്നീട് കാണാറില്ല. മന്ത്രി സുനിൽകുമാറിന്റെ പ്രസ്താവനയ്ക്ക് ആ വിധി വരരുതേ എന്നാണ് കർഷകരുടെ പ്രാർത്ഥന. വയലിൽ നെല്ലിനെ ഉപേക്ഷിച്ച് നാണ്യവിളകളുടെ പിന്നാലെ പായുന്ന കർഷകനെയല്ല, നെൽകർഷകനെ വയലുകളിൽ തുടരാൻ പ്രേരിപ്പിക്കാത്ത കക്ഷി രാഷ്ട്രീയക്കാരുടെ നയങ്ങളെയാണ് ആക്ഷേപിക്കേണ്ടത്. നെൽകൃഷി അന്നത്തിൻ്റെയും അരിയുടെയും മാത്രം പ്രശ്നമല്ലെന്നും വയലുകൾ ജലസംഭരണികളാണെന്നും നെൽകൃഷിയില്ലെങ്കിൽ വയലുകളുടെ ഘടന അട്ടിമറിക്കപ്പെടുമെന്നും വാഴയടക്കം നാണ്യവിള കൃഷികൾ വയലുകളെയും കുടിവെള്ളത്തെയും വറ്റിച്ചു കളയുകയാണ് ചെയ്യുകയെന്നും നയങ്ങൾ ആവിഷ്കരിക്കുന്നവർ ശ്രദ്ധിക്കാറില്ല. വയലിനോടും നെൽകൃഷിയോടും കാണിച്ച അവഗണനയും നിന്നയും വയനാടിൻ്റെ സാമൂഹ്യ പാരിസ്ഥിതിക സാമ്പത്തിക ജീവിതത്തിന് വൻ തിരിച്ചടിയാണ് നൽകിയത്. നെൽകൃഷിയും വയലും സംരക്ഷിച്ചില്ലെങ്കിൽ
കുടിവെള്ളമില്ലാതെ നിലവിളിക്കുന്നവരുടെ എണ്ണം ഇനിയും പെരുകുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. കമ്പളനാട്ടിയും കൊയ്ത്തും പത്തായപ്പുരയും നെൽകൃഷിയുടെ ആരവങ്ങളും പടിയിറങ്ങി. വയനാടൻ വയലുകൾ വാഴകൾ കയ്യേറി. 40,000 ഏക്കറിൽ ഇത്തവണ ജില്ലയിൽ വാഴകൃഷിയുണ്ടെന്നാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. വെള്ളം വറ്റി വരണ്ട വയലുകളിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ചാലുകീറി വാഴ നടുന്നു. വയനാടിന്റെ മുഖമുദ്രയായിരുന്ന നെൽവയലുകളിലെ കമ്പളനാട്ടിയും വയൽ കൂട്ടായ്മകളുടെ കൊയ്ത്തുത്സവങ്ങളും വിശാലമായ നെൽക്കളങ്ങളും ആലകളും കന്നുകാലിക്കൂട്ടങ്ങളും നെൽകൃഷിയുടെ ആരവങ്ങളും വയനാട്ടിൽ നിന്ന് പടിയിറങ്ങി. കർഷക തറവാടുകളും ഇല്ലാതായി. നെൽപ്പാടങ്ങളിൽ വാഴകൃഷിയുടെ കയ്യേറ്റം പുരോഗമിക്കുകയാണ്. ഒരേക്കർ വയൽ വാഴകൃഷിക്ക് പാട്ടത്തിന് കൊടുത്താൽ ഒരാണ്ടിൽ 25,000 രൂപ ലഭിക്കും. വയലുകൾ പാട്ടത്തിനെടുത്ത് വാഴകൃഷി ചെയ്യുന്നതും വാഴകൃഷിക്ക് വലിയ നിരക്കിൽ നെൽവയലുകൾ പാട്ടത്തിന് കൊടുക്കുന്നതും വയനാട്ടിൽ പുതിയ സമ്പ്രദായമായിരിക്കുകയാണ്. 90കളിൽ 1054 ഏക്കറിൽ മാത്രമായിരുന്നു ജില്ലയിൽ വാഴകൃഷിയെങ്കിൽ 2016 അത് 12,842 ഹെക്ടറായി വ്യാപിച്ചു. ഈ വർഷം 40,000 ഏക്കറിലാണ് വാഴകൃഷി. നെല്ലിന് മാർക്കറ്റിൽ പ്രിയവും സംരക്ഷണവും ഇല്ലാതായതാണ് വാഴകൃഷിയിലേക്ക് തിരിയാൻ കർഷകരെ പ്രേരിപ്പിച്ചത്. അവശേഷിക്കുന്ന നെൽവയലുകൾ കൂടി വാഴകൃഷിക്ക് വഴിമാറുകയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങളിറക്കി ചാല് കീറിയാണ് വയലുകളിൽ വാഴ നടുന്നത്. ഇത് നിരോധിച്ചുകൊണ്ട് മുൻ കളക്ടർ കേശവേന്ദ്രകുമാർ ഉത്തരവിറക്കിയിരുന്നെങ്കിലും ലാഭത്തെ കരുതി വയലുകൾ തരം മാറ്റുന്ന തിരക്കിൽ അതൊന്നും കണക്കാക്കാറില്ല ആരും. AP ഷാജിയുടെ ക്യാമറയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ജനങ്ങളിൽ കൗതുകവും ആശങ്കയും വിതച്ച് ആലിപ്പഴം പെയ്തിറങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ട് പെയ്ത വേനൽ മഴയ്ക്കൊപ്പമായിരുന്നു കനത്ത ആലിപ്പഴ വർഷം. ദശാബ്ദങ്ങൾക്ക് ശേഷമുണ്ടായ ശക്തമായ ആലിപ്പഴ വർഷത്തിൽ വ്യാപക കൃഷിനാശവും സംഭവിച്ചു. ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ കല്ലുവയൽ, മണിച്ചിറ, പൂമല, ചെട്ടിമൂല തുടങ്ങിയ സ്ഥലങ്ങളിലും നെന്മേനി പഞ്ചായത്തിലെ അമ്മായിപ്പാലം, കുന്താണി തുടങ്ങിയ പ്രദേശങ്ങളിലുമാണ് ശക്തമായ ആലിപ്പഴ വർഷം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെ എത്തിയ മഴയ്ക്കൊപ്പം ആലിപ്പഴവും പെയ്തിറങ്ങുകയായിരുന്നു. അരമണിക്കൂറാണ് ആലിപ്പഴം പ്രദേശങ്ങളിൽ പെയ്തിറങ്ങിയത്. റോഡും പറമ്പും വീടുകളുടെ മുറ്റവും ആലിപ്പഴം വീണു നിറഞ്ഞു. പലരും പാത്രങ്ങളിലും ഇത് ശേഖരിച്ചിരുന്നു. കുട്ടികളും മുതിർന്നവരും ശക്തമായ ആലിപ്പഴ വർഷം കൗതുകത്തോടെയാണ് കണ്ടത്. ദശാബ്ദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു ആലിപ്പഴ വർഷം പ്രദേശങ്ങളിൽ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു 10-50 വർഷത്തിന് ഉള്ളിൽ ഇത്ര വലിയ ഒരു ആലിപ്പഴ വർഷവും മഴയും ഉണ്ടായതായിട്ട് എനിക്ക് പോലും ഓർമ്മയില്ല. ഒരു കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ കൃഷി സ്ഥലങ്ങൾ മുഴുവൻ, കൃഷിയിടങ്ങളിൽ കാപ്പിയുടെ കുരു, ഏലയടക്കം വീണ് കിടക്കുന്നു. അതുപോലെ തന്നെ പൈങ്ങ കൃഷിക്കാരൻ്റെ, കവുങ്ങ് കൃഷിക്കാരൻ്റെ പൈങ്ങ നഷ്ടപ്പെട്ടിരിക്കുന്നു. കുരുമുളക് തിരിയായി വന്നിരുന്നത് പലതും കൊഴിഞ്ഞു പോയിരിക്കുന്നു. ആലിപ്പഴ വർഷത്തിൽ വ്യാപകമായി പ്രദേശങ്ങളിൽ കൃഷിനാശവും ഉണ്ടായി. കാപ്പി, കുരുമുളക്, പൈങ്ങ, പച്ചക്കറികൾ, വാഴ തുടങ്ങിയ വിളകൾക്ക് കനത്ത നാശമാണ് സംഭവിച്ചത്. കൂടാതെ വീടുകളുടെ ഷീറ്റുമേഞ്ഞ മേൽക്കൂരകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആലിപ്പഴം പെയ്തിറങ്ങി തൊടികളിലും മറ്റും നിറഞ്ഞത് കൗതുകമുണർത്തിയെങ്കിലും ആശങ്കയും പ്രദേശത്തെ ജനങ്ങളിൽ ഉണ്ടാക്കി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് ശക്തമായ ആലിപ്പഴം വീണതെന്നും ഇത് പഠനവിധേയമാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരം തുടങ്ങി. ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതുവരെ സ്റ്റോക്ക് ബഹിഷ്കരിക്കാനാണ് തീരുമാനം. 14,000 കടകളാണ് അടച്ച് സമരമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. നവംബർ മുതൽ മാർച്ച് വരെ റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ച ഇടക്കാലാശ്വാസം ഇതുവരെയും നൽകിയിട്ടില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. കടനടത്തിപ്പുകാർക്ക് ജീവിക്കാനാവശ്യമായ വേതനം നൽകണമെന്നും ഇപ്പോഴത്തെ കമ്മീഷൻ വ്യവസ്ഥ മാറ്റണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. 2 മാസം മുമ്പ് പ്രഖ്യാപിച്ച ഇൻസെന്റീവ് നടപ്പാക്കിയിട്ടില്ല. റേഷൻ കടകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിലും വ്യാപാരികൾക്ക് പ്രതിഷേധമുണ്ട്. അസോസിയേഷന്റെ തൃശൂരിൽ ചേർന്ന യോഗമാണ് മെയ് 2 മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യം കാക്കാൻ വെളുത്ത കോട്ടും ടൈയും ധരിച്ച് കുട്ടി ഡോക്ടർമാർ അടുത്ത അധ്യയന വർഷം മുതൽ വയനാട്ടിലെ സ്കൂളുകളിൽ ക്ലാസ് മുറികളിലെത്തും. സ്റ്റുഡൻസ് ഡോക്ടർ പദ്ധതി സംസ്ഥാനത്ത് ആദ്യം വയനാട്ടിൽ 632 കുട്ടി ഡോക്ടർമാർ പരിശീലനം പൂർത്തിയാക്കി. സ്കൂൾ വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിനാണ് സ്റ്റുഡൻസ് ഡോക്ടർ പദ്ധതി നടപ്പാക്കുന്നത്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ RKSK പദ്ധതിയിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് സ്റ്റുഡൻസ് ഡോക്ടർ പദ്ധതി നടപ്പാക്കുന്നത്.
സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ ലഭിച്ച സ്വീകാര്യതയാണ് ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് കുട്ടി ഡോക്ടർമാരെ സജ്ജമാക്കാൻ പ്രേരണയായത്. വയനാട്ടിലെ സർക്കാർ എയ്ഡഡ് മേഖലയിലെ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 632 മിടുക്കന്മാരും മിടുക്കികൾക്കും 6 മാസത്തെ പരിശീലനം ആരോഗ്യവകുപ്പ് ജില്ലാ കേന്ദ്രത്തിൽ നൽകി. കഴിഞ്ഞ മാസം അവസാനത്തെ ആഴ്ചയിലാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ ഓരോ ക്ലാസ് മുറിയിലും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വിദ്യാർത്ഥിയുടെ ആരോഗ്യ മാനസിക പ്രശ്നങ്ങളിൽ ഇടപെടാൻ കുട്ടി ഡോക്ടർമാരായി രംഗത്തുണ്ടാകും. അതത് പ്രദേശത്തെ സ്കൂൾ കൗൺസിലർമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ എന്നിവരുമായി സ്റ്റുഡൻസ് ഡോക്ടർമാർ ക്ലാസ്സിലെ ആരോഗ്യ മാനസിക വെല്ലുവിളികളെക്കുറിച്ച് ആശയവിനിമയം നടത്തും. കൗമാരക്കാർക്കെതിരെ പീഡനങ്ങളും ലഹരി അതിക്രമങ്ങളും മറ്റും പെരുകുന്ന സാഹചര്യത്തെ ധീരമായി നേരിടാൻ SPC കേഡറ്റുകളെ പോലെ സ്റ്റുഡൻസ് ഡോക്ടർമാർ രംഗത്തുണ്ടാകും. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. പുൽപ്പള്ളി മേഖലയിലെ റോഡ് നവീകരണത്തോട് അധികൃതർ മുഖം തിരിക്കുന്നു. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി, പൂതാടി പഞ്ചായത്തുകളിലെ പല പ്രധാന പാതകളും പാടെ തകർന്നു കഴിഞ്ഞു. മരാമത്ത് വകുപ്പിൽ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർ തങ്ങൾക്കിഷ്ടമുള്ളതും നേതാക്കൾ ശുപാർശ ചെയ്യുന്നതുമായ റോഡുകൾ മാത്രം തെരഞ്ഞെടുത്ത് ഫണ്ട് വകയിരുത്തുകയാണ് എന്നാണ് ആക്ഷേപം. 4 വർഷം മുമ്പ് മരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു എന്ന് സർക്കാർ വിജ്ഞാപനമിറക്കിയ പല റോഡുകളും ഉദ്യോഗസ്ഥർ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. 300 കിലോമീറ്റർ അധികം റോഡുള്ള മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ മരാമത്ത് വകുപ്പ് ഇതുവരെ ഏറ്റെടുത്തത് 30 കിലോമീറ്റർ മാത്രമാണ്. ത്രിതല പഞ്ചായത്തുകളുടെ നാമമാത്ര ഫണ്ട് ഉപയോഗിച്ച് കുറച്ച് റോഡ് മാത്രമേ നന്നാക്കാൻ കഴിയൂ. ഓരോ മഴക്കാലവും കഴിയുന്നതോടെ നാട്ടിലെ മുഴുവൻ റോഡുകളും തകർന്നടിയുന്നു. റോഡിലൂടെ മഴവെള്ളം പരന്നൊഴുകുന്നതാണ് ഇതിന് പ്രധാന കാരണം. ബസ് സർവീസുള്ള പല പ്രധാന പാതകളും വൻകുഴികളും ചാലുകളുമായി. പുൽപ്പള്ളി ചേകാടി വനപാതയിലേത് അപകടയാത്രയാണ്. കഷ്ടിച്ചാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത്. ഗ്രാമീണ പാതകളെ അധികൃതർ തീർത്തും അവഗണിക്കുകയാണ്. ജനപ്രതിനിധികൾ റോഡ് നവീകരണത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും പരാതിയുണ്ട്. റോഡ് നിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യം ശക്തമാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ആരോഗ്യവകുപ്പും അമ്മായിപ്പാലം ബ്ലൂ ഓഷ്യൻ സായാഹ്ന ഫിഷ് മാർക്കറ്റും സംയുക്തമായി ബത്തേരിയിലെ ഫിഷ് മാർക്കറ്റ് ജീവനക്കാർക്കായി ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിൽട്ടൺ കോൺഫറൻസ് ഹാളിൽ സെമിനാർ നെന്മേനി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK സത്താർ ഉദ്ഘാടനം ചെയ്തു. C ഷാഹുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു. റിയാസ് MU, സഫീർ പഴേരി തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ TP ബാബു, മുനിസിപ്പാലിറ്റി HI NK മോഹൻദാസ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. എന്നാൽ പലപ്പോഴും അത് ലൈസൻസ് കിട്ടിയതിന് ശേഷം പല ആളുകളും അത് വിസ്മരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ എന്താ മാറുന്നതാണ് പലരും ആലോചിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വിചാരിക്കും, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു സ്ഥാപനവും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ മണ്ണു തണുക്കെ മഴ പെയ്തതോടെ വനമേഖല പച്ചപ്പണിഞ്ഞു. പാതയോരങ്ങളിൽ കണ്ണിറയെ വന്യമൃഗങ്ങളും നിറയുന്നു. നാട്ടിലൂടെയും അതിർത്തി വനങ്ങളിലൂടെയും രാവിലെയും വൈകിട്ടും യാത്ര ചെയ്യുന്നവർക്ക് കാട്ടാനകളെയും മാനുകളെയും കാണാൻ കഴിയും. ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ടയിലേക്കോ മാനന്തവാടിയിൽ നിന്ന് കാട്ടിക്കുളം വഴി കുടകിലേക്കോ പുൽപ്പള്ളിയിൽ നിന്ന് ബത്തേരിയിലേക്കോ ഉള്ള പാതകളുടെ ഇരുവശത്തും വന്യമൃഗങ്ങളെ കൂട്ടത്തോടെ കാണാൻ അവസരം കിട്ടും. നാഗർഹോള വനത്തിലൂടെ കർണാടകയിലേക്കുള്ള യാത്രയിലുടനീളം വന്യമൃഗങ്ങൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇവിടെ വൈകുന്നേരം 6 മുതൽ രാവിലെ 6 മണിവരെ വാഹന ഗതാഗതമില്ല. കുട്ടത്തു നിന്ന് ഹുൺസൂറിലേക്കുള്ള വനപാതയും ഇതുപോലെയാണ്. ഇവിടങ്ങളിൽ പ്രഭാത സമയങ്ങളിലാണ് മൃഗങ്ങൾ കൂടുതലുള്ളത്. ബാവലി HD കോട്ട റൂട്ടിൽ വെള്ളയിൽ വനം വകുപ്പിന്റെ ആന വളർത്തൽ കേന്ദ്രമുണ്ട്. വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടി മാത്രം ഇതുവഴി യാത്ര ചെയ്യുന്നവരുമുണ്ട്. വേനൽ ആരംഭിച്ചതോടെ കബനി തീരങ്ങളിലും തീറ്റയും വെള്ളവും തേടി വന്യമൃഗങ്ങൾ എത്തുന്നതും അപൂർവ കാഴ്ചയാണ്. വയനാട്ടിലെത്തുന്ന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾക്ക് ആനന്ദകരവും അത്ഭുതകരമായ കാഴ്ചയാണ് വനപാതയോരങ്ങളിലുള്ള ആനക്കൂട്ടങ്ങളും മയിൽക്കൂട്ടങ്ങളും മാൻകൂട്ടങ്ങളും. സുൽത്താൻ ബത്തേരി പെരിക്കലൂർ സംസ്ഥാന പാതയിലും തോൽപ്പട്ടി ബാവലി സംസ്ഥാന പാതയിലും ധാരാളമായി ഈ വന്യമൃഗങ്ങളെ കാണുന്നുണ്ട്. എന്നാൽ ഇവ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമോ എന്ന ഭയപ്പാടിലാണ് തദ്ദേശവാസി. ഇനി മെയ് അവസാനം വരെ കബനി തീരങ്ങളിൽ വന്യമൃഗങ്ങളുടെ വിഹാര ദിനങ്ങളാണ്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കർണാടക വനത്തിൽ നിന്ന് കൂട്ടമായെത്തുന്ന കാട്ടാനകൾ അതിർത്തി മേഖലയിൽ വൻ കൃഷിനാശമുണ്ടാക്കുന്നു. വണ്ടിക്കടവ് മാടപ്പള്ളിക്കുന്ന് മേഖലയിലാണ് കാട്ടുമൃഗങ്ങളെ കൊണ്ട് കർഷകർ ദുരിതമനുഭവിക്കുന്നത്. കാട്ടാന, പന്നി, കുരങ്ങ്, മലയണ്ണാൻ എന്നിവയാണ് പ്രധാനമായും കൃഷി നശിപ്പിക്കുന്നത്. തെങ്ങിന് മുകളിൽ കയറുന്ന മലയണ്ണാനും കുരങ്ങും കരിക്കടക്കം പറിച്ച് താഴെയിടുന്നു. നിലത്ത് വീഴുന്ന തേങ്ങ കാട്ടുപന്നി പൊതിച്ച് തിന്നുന്നു. ചേന, ചേമ്പ്, കപ്പ തുടങ്ങി കൃഷി ചെയ്താൽ വന്യമൃഗങ്ങളാണ് ആദായമെടുക്കുന്നത്.
വണ്ടിക്കടവ്, ചെത്തിമറ്റം, കാപ്പിസെറ്റ്, അമരക്കുനി, ചീയമ്പം, ചാമപ്പാറ, കൊളവള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലെ കർഷകരും കൃഷിനാശത്തിന്റെ ദുരിതമനുഭവിക്കുന്നവരാണ്. വണ്ടിക്കടവ് മുതൽ മടപ്പള്ളിക്കുന്ന് വരെ വേലിയും കിടങ്ങുമുണ്ട്. ഇവ തകർത്താണ് ആനയും മറ്റും കൃഷിസ്ഥലങ്ങളിൽ എത്തുന്നത്. വന്യമൃഗശല്യം നേരിടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ നാണു വിഭാഗം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂലങ്കാവിൽ തയ്യൽ തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. സെന്റ് ജോൺസ് സ്കൂളിൽ കൂട്ടായ്മ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KR സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ലൗലി മത്തായി, വിമല, കോമളവല്ലി, ലിസി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, പെൻഷൻ 5000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂട്ടായ്മ ഉന്നയിച്ചു. പഴയകാല ഓർമ്മകൾ പങ്കിട്ട് അധ്യാപക കുടുംബ സംഗമം. മാനന്തവാടി കണിയാരം സെന്റ് ജോസഫ് TTIയിലെ 1967-69 വർഷ അധ്യാപക വിദ്യാർത്ഥികളുടെ കുടുംബ സംഗമം വേറിട്ട അനുഭവമായി. 1967-69 കാലം കണിയാരം സെന്റ് ജോസഫ് TTI സ്കൂളിൽ നിന്ന് അധ്യാപക പഠനം പൂർത്തിയാക്കി വിവിധ സ്കൂളുകളിൽ സേവനം ചെയ്ത് സർവീസിൽ നിന്ന് വിരമിച്ചവരാണ് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്നത്. പലരും പഠനം പൂർത്തീകരിച്ചതിന് ശേഷം സംഗമത്തിൽ വെച്ചാണ് വീണ്ടും കണ്ടുമുട്ടിയത്. അവർ വർഷങ്ങൾക്ക് മുൻപത്തെ പഴയ കാലഘട്ടം ഓർമ്മിച്ചെടുത്തു. 40 പേരടങ്ങുന്ന ബാച്ചിലെ 25 പേരും സംഗമത്തിന് എത്തിയിരുന്നു. ബാച്ചിലെ 7ഓളം പേർ ഇതിനകം മരണപ്പെട്ടു. കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോർജ് മൈലാടൂർ നിർവഹിച്ചു. K. ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. MC ബേബി മാസ്റ്റർ, ചാണ്ടി സാർ, PV കുഞ്ഞിരാമൻ, VP ജോസഫ്, ഇമ്മാനുവൽ KM ജോസഫ്, CM ജോൺ, ജോസ് മുട്ടം, രാഘവൻ മാസ്റ്റർ, OP ശൈലജ എന്നിവർ പ്രസംഗിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ സാംസ്കാരിക സംഘം ബാലയരങ്ങിന്റെ സർഗവസന്തം സംസ്ഥാന ദ്വിദിന ശില്പശാല നാളെയും മറ്റന്നാളും മീനങ്ങാടി ആവയിൽ ഓയിസ്ക എക്കോ റിസോഴ്സ് സെന്ററിൽ നടക്കും. സംഗീതം, നൃത്തം, സാഹിത്യം, ചിത്രകല, അഭിനയം എന്നീ വിഷയങ്ങളിലാണ് ശില്പശാല. വയനാടിന്റെ വാനമ്പാടിയായിരുന്ന പാട്ടുകാരി രാഗിൻ മരിയ ജോണിന്റെ പേരിലാണ് ക്യാമ്പ് നഗർ. സാമൂഹിക പ്രതിബദ്ധതയും ആത്മാഭിമാനവും മാനസികാരോഗ്യവുമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മയുടെ സംസ്ഥാനതല കുട്ടികളുടെ സംസ്ഥാനതല ശില്പശാലയാണ് മെയ് 3-4 തീയതികളിൽ മീനങ്ങാടി ഓയിസ്ക സെന്ററിൽ വെച്ച് നടക്കുന്നത്. സർഗവസന്തം എന്നാണ് ഇതിൻ്റെ പേര്. മെയ് മാസം 3 രാവിലെ 9:30 ഈ സർഗവസന്തം ഉദ്ഘാടനം നിർവഹിക്കുന്നത് IC ബാലകൃഷ്ണൻ MLA ആണ്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ ശ്രീമതി ബീന വിജയനാണ് അധ്യക്ഷത വഹിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ സാംക്രമിക രോഗങ്ങൾ പെരുകുന്നതായി റിപ്പോർട്ട്. ഈ വർഷം 41 H1N1 കേസുകൾ. 212 പേർക്ക് മഞ്ഞപ്പിത്തം. ഇത്തവണ കുരങ്ങുപനിയില്ല എന്നത് പ്രത്യേകത. നഞ്ചയ്ക്ക് വയലൊരുക്കാൻ കാലമായി. നെൽകൃഷി പ്രോത്സാഹന പാക്കേജ് പ്രഖ്യാപിക്കാതെ കൃഷി മന്ത്രാലയം. 3000 ഹെക്ടറിൽ നെൽകൃഷി എന്ന മന്ത്രിയുടെ പ്രസ്താവന പാഴ്വാക്കാകുമെന്ന് ആശങ്ക. നീർസംഭരണികളായ നെൽവയലുകളിൽ നീർ വറ്റിച്ച് വാഴകൃഷി. ജില്ലയിൽ 40,000 ഏക്കറിൽ നേന്ത്രവാഴ. ആശങ്കയുണർത്തി വേനൽ മഴയിൽ കനത്ത ആലിപ്പഴ വർഷം. കായ്ഫലങ്ങൾക്കും പച്ചക്കറികൾക്കും നാശമെന്ന് കർഷകർ. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ കടയടപ്പ് സമരം തുടങ്ങി. ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യം. ക്ലാസ് മുറികളിൽ അടുത്ത അധ്യയന വർഷം മുതൽ കുട്ടി ഡോക്ടർമാർ. 632 പേർക്ക് പരിശീലനം. മഴയിൽ പച്ചപ്പണിഞ്ഞ് വനമേഖല. വനാതിർത്തികളിലും നദിയോരങ്ങളിലും വന്യമൃഗങ്ങൾക്ക് സ്വൈര്യവിഹാരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.